ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നേ മുളകിട്ടിട്ട് വറ്റിച്ച് വെക്കണ ഒരു അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. എന്നും പതിവ് പോലെ തന്നെ എനിക്ക് അടുപ്പിൽ വയ്ക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പം ഞാൻ തീയൊക്കെ കത്തിച്ച് നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് മീൻകറി വെക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എണ്ണ ഒഴിക്കുക. കാരണം ഇത് വറ്റിച്ച് വെക്കണ മീൻ കറിയാണല്ലോ. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കൊച്ചുള്ളി, പിന്നെ സവാള, പിന്നെ നമുക്ക് ആവശ്യമുള്ള തക്കാളി. അപ്പോൾ കൊച്ചുള്ളീനെ നമ്മൾ ചോപ്പർ കൂട്ടനിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചിയും ആ ചോപ്പർ കൂട്ടനുള്ളതുകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പം അത് രണ്ടും ഇട്ടു. പിന്നെ നമുക്ക് അടുത്ത് ഇടേണ്ടതാണ് സവാളയൊക്കെ ഇട്ട് അത് നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് സെറ്റാവട്ടെ കേട്ടോ. ഞാനിടയ്ക്ക് നിങ്ങളെ നോക്കിയിട്ട് ചിരിക്കണത് എന്താ അറിയോ, അവിടെ നിന്ന് നല്ല ചൂടെടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം പുകയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടേണ്ട പൊടികൾ എന്തൊക്കെയാ അറിയോ. ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ഒരു സ്പൂണിൻ്റെ കഷ്ടി ഒരു സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഉണ്ണികളുള്ള കാരണം കൊണ്ടേ ഞാൻ മുളക് പൊടി അധികം ചേർക്കില്ല കേട്ടോ. ഇവിടെ ഏട്ടുണ്ടെങ്കിണ്ടല്ലോ നല്ല പോലെ മുളക് പൊടി ഇടണം കേട്ടോ. കാരണം ആൾക്ക് നല്ല എരിയുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ടല്ലോ, അതായത് നമ്മുടെ തക്കാളി, ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ തക്കാളി എനിക്ക് മീൻകറിയിലിടുന്നത് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ വറ്റിച്ച് വെക്കണേൽ. അപ്പം ഞാനതിൽ കുറച്ച് തക്കാളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളിയൊക്കെ സെറ്റായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം കേട്ടോ. ചിലർ കുടംപുളി ചേർക്കും. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ വാളംപുളി പിഴിഞ്ഞ് വെക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ വറ്റിച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് സെറ്റാവട്ടെ. നമുക്ക് ആവശ്യാനുസരണം അതിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ കട്ടിയായി പോവില്ലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും എനിക്ക് കുറച്ച് പാത്രങ്ങൾ അടുക്കളയിൽ കഴുകാണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പണിത്തിരക്കിലേക്ക് കിടക്കുകയാണ്. ചോപ്പർ കൂട്ടൻ്റെ ആ ചോപ്പർ പാത്രവും അതുപോലെ തന്നെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ സിങ്കിലൊക്കെ നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. സിങ്കൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ചുറ്റോറം തുടയ്ക്കലാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകാറുണ്ട് കേട്ടോ. ഈ പ്ലേറ്റ് സ്റ്റാൻഡ് ഞാൻ ഇപ്പോൾ പുതിയത് മേടിച്ചതാണ് കേട്ടോ. അധികമായിട്ടില്ല കേട്ടോ മേടിച്ചിട്ട്. അത് ഭയങ്കര സൗകര്യമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് പ്ലേറ്റൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വൃത്തിയായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനതെല്ലാം നീക്കി തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഷോക്കേസും കൂടെ തുടക്കുകയാണ്. ഇടയ്ക്ക് പോയിട്ട് മീൻ കറി നോക്കണം, കാരണം അതിൽ മീൻ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി മീനിടുക എന്നുള്ളതാണ് കേട്ടോ. വലിയ ഇലയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മീനൊക്കെ അതിലേക്ക് ഇട്ടു. ഉടഞ്ഞ് പോവാണ്ട് വേണം കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി. വീഡിയോയിൽ കാണുമ്പോൾ ഞാനത് കുത്തി ഇളക്കണ പോലെ തോന്നും കേട്ടോ. പക്ഷേ ഞാൻ മെല്ലനെയാണ് കേട്ടോ അതിനൊന്ന് ജസ്റ്റ് അതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ അതിലേക്ക് മസാലയൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തിളച്ച് നന്നായിട്ട് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ ലാസ്റ്റ് നമുക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവിച്ച് കൊടുക്കണം. അതുപോലെ കറിവേപ്പില ഞാൻ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് മീനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി. അപ്പം മീനിൻ്റെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ പാനൊക്കെ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇനി നമുക്കതിൽ മീൻ വറുത്തെടുക്കാം കേട്ടോ. വലിയ അയില ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് സെറ്റാവട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറുണ്ണലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഉച്ചയൂണിന് ഇന്ന് മീൻ പൊരിച്ചതും അതുപോലെ തന്നെ വറ്റിച്ച അയലക്കറിയും ആണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉച്ചയ്ക്ക് എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.